ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയുടെ ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സിദ്ദിഖിയെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ വർഷം നവംബർ 10 നടന്ന ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അൽ ഫലാഹ് സർവകലാശാലയുടെ തീവ്രവാദ ബന്ധം പുറത്തുവന്നത്. UGCയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വഞ്ചനയും അനുബന്ധ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ക്രൈംബ്രാഞ്ച് 2 വ്യത്യസ്ത FIRകൾ സിദ്ദിഖിക്കെതിരെ രജിസ്റ്റർ ചെയ്തു. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതായി സർവകലാശാല തെറ്റായി അവകാശപ്പെട്ടതായി FIRകളിൽ വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സിദ്ദിഖിക്കും അൽ ഫലാഹ് ചാരിറ്റബിൾ ട്രസ്റ്റിനുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രം പരിഗണിക്കുന്നതിനുള്ള വാദങ്ങൾ കേൾക്കുന്നത് ഡൽഹി കോടതി ഈ മാസം 13 മാറ്റിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയതായി ED കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബർ 10 നടന്ന ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അൽ ഫലാഹ് സർവകലാശാലയുടെ തീവ്രവാദ ബന്ധം പുറത്തുവന്നത്. 13 പേരുടെ മരണത്തിന് കാരണമായ ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഉമർ നബിയുടെ 2 കൂട്ടാളികളായ ഡോക്ടർ മുസമിൽ ഷക്കീലും സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ജനം, ഡൽഹി.